എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ChatGPT ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? അപ്പോ OpenAIയുടെ അടുത്ത വലിയ സംഭവം എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സോഫ്റ്റ്വെയർ അല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം. ടെക് ലോകത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു AI പേനയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ChatGPT പോലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ലോകം കീഴടക്കിയ ഒരു കമ്പനി എന്തിനാണിപ്പോൾ പെട്ടെന്നൊരു ഹാർഡ്വെയർ ഉണ്ടാക്കാൻ പോകുന്നത്? ഇതൊരു അപ്രതീക്ഷിത നീക്കം തന്നെയല്ലേ? പക്ഷേ ഇതിന് പിന്നിൽ OpenAIക്ക് കൃത്യമായൊരു പ്ലാനുണ്ട്. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ ശക്തമായ AIയെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ നിന്നും ഫോണുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഈ റിയൽ വേൾഡിന്റെ ഒരു ഭാഗമാക്കണം. ശരിക്കും പറഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയറിന്റെ ബുദ്ധിയെ നമ്മുടെ കൈവെള്ളയിലേക്ക് നേരിട്ടെത്തിക്കാനുള്ളൊരു ശ്രമമാണിത്. ഈ ഒരു രഹസ്യ പ്രോജക്റ്റിന് ഒരു കോഡ് നെയിമുണ്ട്, ഗംഡ്രോപ്പ്. ഈ പേരൊന്ന് ഓർത്തുവെച്ചോളൂ. കാരണം ഏകദേശം 2026 ആകുമ്പോഴേക്കും ഈ ഒരു കുഞ്ഞൻ AI ഗാഡ്ജറ്റ് മാർക്കറ്റിലൊരു പുതിയ തരംഗം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗംഡ്രോപ്പ് എന്ന് പറയുന്നത്? ഇതൊരു സാധാരണ സ്മാർട്ട് ഡിവൈസ് ഒന്നുമല്ല. ഇതിന്റെ ഏറ്റവും വലിയ, ഏറ്റവും ഞെട്ടിക്കുന്ന പ്രത്യേകത എന്താണെന്നറിയോ? ഇതിനൊരു സ്ക്രീനില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, സ്ക്രീനേയില്ല. ആ ഒരൊറ്റ കാര്യം മതി ഇതിനെ ഇന്നത്തെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും ടാബ്ലറ്റുകളിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമാക്കാൻ. ശരി, സ്ക്രീൻ ഇല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയായിരിക്കും കാണാൻ? അതാണ് അടുത്ത ചോദ്യം, അല്ലേ? ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇതൊരു AI സ്മാർട്ട് പെൻ ആയിരിക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ പേഴ്സണൽ AI അസിസ്റ്റന്റ് ഒരു പേനയുടെ രൂപത്തിൽ. ഇതിന്റെ പ്രവർത്തനം കേട്ടാ ഒരു മാജിക് പോലെ തോന്നും. വളരെ സിമ്പിളാണ്. നിങ്ങളൊരു സാധാരണ പേന ഉപയോഗിക്കുന്ന പോലെ ഇതെടുത്ത് എഴുതുക. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കും ഓരോ അക്ഷരവും തന്നെ ഡിജിറ്റൽ ടെക്സ്റ്റായിട്ട് മാറും. എന്നിട്ടോ നേരെ ChatGPTയിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട്. പക്ഷേ ഇതൊരു സാധാരണ എഴുതാൻ മാത്രമുള്ള ഡിജിറ്റൽ പേനയാണെന്ന് കരുതരുത്. അതിനും ഒരുപാട് മുകളിലാണ് ഇതിന്റെ സ്ഥാനം. വെറുതെ എഴുതുക മാത്രമല്ല, നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഇതിന് വായിക്കാൻ പറ്റും, മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇതിലുള്ള മൈക്രോഫോണുകളും സെൻസറുകളും ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ആ ഒരു സന്ദർഭം മനസ്സിലാക്കാനും ഇതിന് സാധിക്കും. ഇത്രയും വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു പ്രോജക്റ്റ്, ഇത് യാഥാർത്ഥ്യമാക്കാൻ OpenAI ഒറ്റയ്ക്കല്ല ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ടെക് ലോകത്തെ ഒരു ഡ്രീം ടീം തന്നെയുണ്ട്. അത് ഈ പ്രോജക്റ്റിന് നൽകുന്നൊരു വിശ്വസതയുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇതിന്റെ ഡിസൈനിന്റെ ചുമതല ആർക്കാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സാക്ഷാൽ ജോണി ഐവ്. അതെ, ആപ്പിളിന്റെ ഐഫോൺ, ഐപോഡ്, മാക്ബുക്ക്, അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഐക്കോണിക് പ്രോഡക്റ്റുകൾക്കെല്ലാം രൂപം നൽകിയ അതേ ഡിസൈൻ ജീനിയസ്. അപ്പൊ പിന്നെ ഈ ഉപകരണത്തിന്റെ ഡിസൈൻ ഏത് ലെവലിലായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ, അല്ലേ? ഡിസൈൻ ഗംഭീരമായി. ഇനി ഇത് നിർമ്മിക്കുന്നതാരാ? അതും നിസ്സാരക്കാരല്ല. ഐഫോണുകൾ നിർമ്മിക്കുന്ന അതേ കമ്പനി ഫോക്സ്കോൺ. ഇതിലെന്നൊരു കാര്യം വ്യക്തമാണ്. OpenAI ചുമ്മാ 1000-ഓ 2000-ഓ യൂണിറ്റ് ഉണ്ടാക്കി വിൽക്കാനല്ല പ്ലാൻ ചെയ്യുന്നത്. ലോകം മുഴുവൻ എത്താൻ പാകത്തിനുള്ള ഒരു വമ്പൻ പ്രൊഡക്ഷനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പൊ ഈ പേന എന്താണെന്നും ഇത് ആരാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ശരിക്കുള്ള ചോദ്യം അതല്ല. എന്തുകൊണ്ടാണിതൊരു സാധാരണ ഗാഡ്ജറ്റ് അല്ല എന്നും കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാവൂവെന്നും പറയുന്നത്? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ലോകം എങ്ങനെയാണ് സ്മാർട്ട് ഫോണുകളുടെ സ്ക്രീനുകളിലും അതിലെ ആപ്പുകളിലുമായി കുടുങ്ങിക്കിടക്കുകയാണ്, അല്ലേ? എന്നാൽ ഗംഡ്രോപ്പ് നമ്മളെ ക്ഷണിക്കുന്നത് സ്ക്രീനുകളെയില്ലാത്ത ഒരു പുതിയ ലോകത്തേക്കാണ്. അവിടെ ആപ്പുകളിൽ ടാപ്പ് ചെയ്യുന്നതിനു പകരം സംസാരത്തിനും എഴുത്തിനുമൊക്കെയാണ് പ്രാധാന്യം. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. ഒരു നല്ല AI അസിസ്റ്റന്റ് വേണമെങ്കിൽ അതിനായി നമ്മൾ എപ്പോഴും ഫോൺ കയ്യിലെടുക്കണം, ആപ്പ് തുറക്കണം. അതിനൊരു അവസാനമാവുകയാണ്. ഈ ഉപകരണം നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ടാവും. ഫോണിനെ ആശ്രയിക്കാത്ത തികച്ചും സ്വതന്ത്രമായ ഒരു AI അനുഭവം. അതാണ് ഗംഡ്രോപ്പ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോ ഇതാണോ ടെക്നോളജിയുടെ ഭാവി? നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലോകം വരുവാണോ? ഒരുപക്ഷെ അതെ. അങ്ങനെയെങ്കിൽ ഈ ഭാവിയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? നമുക്ക് നോക്കാം. ഇപ്പോ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2026 ഗംഡ്രോപ്പ് മാർക്കറ്റിലെത്തും. 2027 ആവുമ്പോഴേക്കും ഇത് മിക്കവാറും എല്ലായിടത്തും ലഭ്യമായി തുടങ്ങും. അതെ, ഈ പറയുന്ന ഭാവി നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് അടുത്താണ്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ചിന്തകളെയും സംഭാഷണങ്ങളെയും അപ്പപ്പോ തന്നെ മനസ്സിലാക്കുന്ന, സഹായിക്കുന്നൊരു ഉപകരണം എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദിവസങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക? ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. പേഴ്സണൽ ലെവലില് ഇത് നമ്മുടെ താൽപര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ അസിസ്റ്റന്റ് ആവും.
ഇനി ജോലിയുടെ കാര്യമെടുത്താലോ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അതായത് ഉൽപാദനക്ഷമത, പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിയും. കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണെങ്കിൽ ഭാഷയുടെ അതിർവരമ്പുകൾ പോലും ഇത് ഇല്ലാതാക്കിയേക്കാം. ഏത് ഭാഷയും തത്സമയം വിവർത്തനം ചെയ്തു തരും. അപ്പോ നമ്മളിപ്പോ സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിനാണോ? പേഴ്സണൽ കമ്പ്യൂട്ടർ വന്നു, പിന്നെ സ്മാർട്ട് ഫോൺ വന്നു, അതിനുശേഷമുള്ള അടുത്ത ടെക് വിപ്ലവത്തിന്റെ തുടക്കമാണോ ഈ ഗംഡ്രോപ്പ്? സ്ക്രീനുകളിൽ നോക്കി ജീവിക്കുന്ന ഒരു കാലം അവസാനിപ്പിച്ച് കൂടുതൽ സ്വാഭാവികമായ, മനുഷ്യസഹജമായ ഒരു ആശയവിനിമയത്തിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണോ? കാത്തിരുന്നു തന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.